ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വചനമാണ്. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതാകുകയും കണ്ടെത്തുകയും ചെയ്യുന്ന വചനഭാഗമാണ്. നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മക്കളാണ് നമ്മുടെ സന്തോഷം. മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചകളെല്ലാം നമ്മളേറെ സന്തോഷിപ്പിക്കുന്നു. മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇടർച്ചകളും പരാജയങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളും ദുരന്തങ്ങളുമായി അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഏറെ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ഇത്. ഞാൻ മുമ്പുണ്ടായിരുന്ന ഇടവകയിലെ ഒരു ചേട്ടനെ ഞാൻ ഈ അടുത്ത് കണ്ടുമുട്ടിയത് ഞാൻ കപ്ലോനച്ചനായി സേവനം ചെയ്യുന്ന ഒരു വിദ്യാലയത്തിലെ വാർഷികത്തോടനുബന്ധിച്ചാണ്. അടുത്ത പരിപാടിയിൽ മറ്റൊരു പരിപാടി കഴിഞ്ഞ് ഞാൻ ഏറെ വൈകിയാണ് ചെന്നത്. ഒരു 8:30 കാണും വൈകിട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ചേട്ടൻ എന്നെ കണ്ട് പെട്ടെന്ന് മുഖം തിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കണ്ടേ, ഇതെങ്കിട് പോണു. അപ്പോഴാൾ പറഞ്ഞു, കണ്ടല്ലേ അച്ഛാ. ഞാൻ പറഞ്ഞു, കണ്ടു. എന്താ എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോയത്? ഞാൻ വിചാരിച്ച അദ്ദേഹം മദ്യങ്ങാനും കഴിച്ചത് കൊണ്ട് ഇനി അച്ഛനും മുഖം കൊടുക്കണ്ട എന്ന് കരുതിയായിരിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണത്? ആൾ പറഞ്ഞു, ഇല്ല ഞാനിവിടെ. ഞാൻ പറഞ്ഞു, അതെന്താ ഇവിടെ? അപ്പോൾ ആൾ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ. ഞാൻ പറഞ്ഞു, മോള് ഇവിടെയാണോ പഠിക്കണത്? ആൾ പറഞ്ഞു, അതെ. ആ, അപ്പോൾ വാർഷികത്തിന് വന്നതാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അച്ഛാ. ഞാൻ പറഞ്ഞു, വാർഷികത്തിന് വന്നിട്ട് എന്താ ഇവിടെ നിൽക്കണത്? ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം, വരൂ. ഇല്ല അച്ഛാ, മോൾക്ക് പരിപാടി വല്ലതും ഉണ്ടോ? ഡാൻസ് വല്ലതും ഉണ്ടോ? അറിയില്ല. ഞാൻ പറഞ്ഞു, എന്താ അറിയില്ലെന്ന്? ആൾ പറഞ്ഞു, ഉണ്ടച്ഛാ. എന്നിട്ട് കഴിഞ്ഞോ? അറിയില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഡാൻസ് ഉണ്ടായിട്ട് എന്താ ഇവിടെ നിൽക്കണത്? കാണാൻ അങ്ങോട്ട് വരുന്നില്ലേ? ആൾ പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാനിവിടെ നിന്നോളാം. ഞാൻ പറഞ്ഞു, എന്താ, വാ നമുക്ക് മുൻപിൽ പോയിട്ടിരിക്കാം, എനിക്കും അവിടെ വരെ പോകണം, ഒരുമിച്ച് വർത്താനം പറഞ്ഞു പോകാം, വാ. ആൾ പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛൻ പൊക്കോളൂ. ഞാൻ കുറേ നിർബന്ധിച്ചു, അദ്ദേഹം വരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, അയ്യോ എന്താ കരയണത്, എന്തു പറ്റി? ആൾ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, ചെറിയ കുട്ടികളല്ലേ, ഒന്നും വിചാരിച്ചിട്ടാവത്തില്ല. ഞാൻ പറഞ്ഞു, എന്തേ? അല്ല മോള്, അച്ഛനറിയാമല്ലോ എനിക്ക് കൂലിപ്പണിയാണ്, പാടത്തല്ലേ, അപ്പം നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല, കാണാൻ നമ്മളിതിലല്ലേ. അപ്പോൾ അവളുടെ ക്ലാസ്സിലെ എല്ലാവരും വലിയ വലിയ വീടുകളിലെ മക്കളാണ്. അപ്പോൾ അവൾ അവിടെ പറഞ്ഞിരിക്കണത് എൻ്റെ ഡാഡി ഗൾഫിലാണെന്നാണ്. പിന്നെ പോരനേക്കാളും മുമ്പ് അവൾ പറഞ്ഞു, ഡാഡി എന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ അങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്നോളാം. ഡാഡി അവിടെ വന്നിട്ട് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയാൽ സത്യമായിട്ടും നാളെ മുതൽ ഞാൻ സ്കൂളിലേക്ക് പോവില്ല. സത്യമായിട്ട് പറയുക, അമ്മ അപ്പനെ വന്നാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞോളൂ. അച്ഛാ, അവൾ 4-ാം ക്ലാസ് വരെ തൊട്ടടുത്തുള്ള കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവളെ ടൗണിലുള്ള സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, അവൾ മിടുക്കിയാണെന്ന്. അങ്ങനെ അച്ഛാ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടത്. 4-ാം ക്ലാസ് വരെയൊക്കെ ഞാനാ അവളെ എല്ലായിടത്തേക്കും കൊണ്ടുപോവാ. ഇപ്പോൾ അവൾ ക്ലാസ്സിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയാവും, ഒരു വലിയ കുടുംബത്തിലെ വീടുകളിലെ പിള്ളേരല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു കാണാൻ ചെല്ലണ്ടാന്ന്. ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ ഡാൻസ് കാണണമെന്ന്. പക്ഷേ വേണ്ട, അവൾ വാശി കൂടിയ മോളാ, ചിലപ്പോൾ അവൾ നാളെ സങ്കടപ്പെടുത്തിയ വേണ്ട, ചിലപ്പോൾ ഞാൻ എന്നെ കണ്ട ഡാൻസിൻ്റെ സ്റ്റെപ്പ് തെറ്റിയാലോ, ഞാനിവിടെ നിന്നോളാം അച്ഛാ. പോരനേക്കാളും മുമ്പ് ഭാര്യ പറഞ്ഞു, നിങ്ങളവിടെ പോകണ്ട, ഇതാ പാട്ട്, ഗേറ്റിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കിയാൽ മതി, പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെ തിരിച്ചറിയില്ലല്ലോ അച്ഛാ. അപ്പം ഞാനിവിടെ നിന്ന് അകക്കണ്ണുകൊണ്ട് കാണാമായിരുന്നു, നന്നായി ഡാൻസ് കളിക്കച്ചാ. അവൾ തെറ്റാണ്ട് ഡാൻസ് കളിക്കട്ടെ, അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ അപ്പച്ചൻ എന്തുമാത്രം, എന്നിട്ടും ഈ അപ്പച്ചനെ കാണാനായിട്ട് അനുവദിക്കാത്ത മകളുടെ സ്റ്റെപ്പ് തെറ്റരുത് എന്ന് കരുതി പുറത്തുനിന്ന് മകളുടെ സ്റ്റെപ്പ് തെറ്റാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുകയും അവൾ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു അപ്പച്ചനെ കണ്ട് ഞാൻ ഏറെ സങ്കടപ്പെട്ടു പോയി. ആ മോളുടെ ഒരു അവസ്ഥ. ഇപ്പോഴുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ മക്കൾ വലിയവരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു ലോകമാണ്.
ഒരിക്കൽ എന്നെ പരിചയമുള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരുപക്ഷെ മന്ത്രിമാരും നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ പോലും വിചാരിച്ചാൽ സീറ്റ് കിട്ടാത്ത വലിയൊരു പബ്ലിക് സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അവിടെയോ? ആൾ പറഞ്ഞു, മോളെ അവിടെ വിടണം അച്ഛാ, അവൾക്ക് അവിടെ പഠിക്കണം എന്ന് ആഗ്രഹം, അച്ഛൻ വിചാരിച്ച. ഞാൻ പറഞ്ഞു, അയ്യോ അവിടെ. ഞാൻ പറഞ്ഞു, അവിടെ ഇംഗ്ലീഷൊക്കെയാണ്, ഇംഗ്ലീഷൊക്കെ. ആൾ പറഞ്ഞു, അച്ഛാ ഞാൻ 2ാം ക്ലാസ്സും ഗുസ്തി, ഭാര്യ 7 വരെ പഠിച്ചെന്ന് പറയുന്നുണ്ട്, ദൈവത്തിന് അറിയാം. അച്ഛാ ഞങ്ങളുടെ കൊച്ചുനാളിൽ വലിയ കഷ്ടപ്പാടായിരുന്നു അച്ഛാ, അന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ മോള് അവള് നന്നായി പഠിക്കട്ടെ അച്ഛാ, അവള് നന്നായി പഠിക്കും, അവൾ ഇവിടെ ചേർക്കണം അച്ഛാ, അച്ഛൻ വിചാരിച്ച. ഞാൻ പറഞ്ഞു, അയ്യോ. ആൾ പറഞ്ഞു, അവൾ തന്നെ പഠിച്ചെടുത്തോളൂ അച്ഛാ, അവളിവിടെ ചേർക്കണം. ഞാനൊരു ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോൾ ഈ അമ്മയും മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടി. വായിലൂടെ ഹോർലിക്സ്, മൂക്കിക്കോടെ ബൂസ്റ്റ്, ചെവിക്കോടെ കോംപ്ല, ഇതൊക്കെ കഴിച്ച് ഈ കുട്ടി ഗ്രൈൻഡ് പിടിച്ചതുപോലെ. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയൊക്കെ? ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് 3 നേരം കഞ്ഞിവെള്ളം തന്നെ കുടിക്കാൻ കിട്ടുമായിരുന്നില്ല, വലിയ കഷ്ടപ്പാടായിരുന്നു. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ചേട്ടന് ജോലിയായി, ചേട്ടൻ ദുശീലോ പണം പാഴാക്കി കളയലോ ഒന്നുമില്ല. ചേട്ടൻ എപ്പോഴും പറയും, നമ്മളോ കഴിച്ചില്ല, മക്കൾ നന്നായിട്ട് കഴിക്കട്ടെ, നന്നായി കൊടുക്കണം, ഉള്ളിടത്തോളല്ലേ അച്ഛ പറ്റുള്ളൂ, കഴിക്കട്ടെ അച്ഛാ. ഞാൻ ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വലിയ ഒരു ചിന്ത, തങ്ങളോ കഴിച്ചില്ല, തങ്ങളുടെ മക്കൾ കഴിക്കണമെന്ന് കൊതി തീർക്കുന്ന മാതാപിതാക്കളുടെ ഒരു നാടാണിത്. തങ്ങളോ പഠിച്ചില്ല, മക്കളെങ്കിലും നന്നായി പഠിക്കട്ടെ എന്ന് കൊതി തീർക്കണ മാതാപിതാക്കളുടെ ഒരു നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നൊക്കെ പറയണത് മക്കളെ വലിയ മക്കളാക്കി മാറ്റണം എന്ന ഒരു വലിയ സ്വപ്നമാണ്. ഇപ്പോഴുള്ളവരെ നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ സ്വപ്നം തീർത്ത് നമ്മൾ വളർത്തുമ്പോൾ വളർത്തേണ്ടതുപോലെ വളർത്തുന്നുണ്ടോ, വളർത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ സേവനം ചെയ്യുന്ന നെസ്റ്റ് ഡി അഡിഷൻ സെൻറ്ററിൽ ഓരോ ദിവസവും 18 വയസ്സിന് താഴെയുള്ള മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കൈകാലുകൾ ബന്ധിച്ചും പോലീസും കൊണ്ടുവരുമ്പോൾ ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ അവിടെ നിന്ന് കരയുന്നത് കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ മക്കളെ കണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. 18 വയസ്സിന് താഴെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം കൊണ്ടുവന്നാക്കുന്ന ഈ മക്കൾ ഗവൺമെൻറ് സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ ഒന്നും പഠിക്കുന്ന മക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. മക്കളൊക്കെ വലിയ പബ്ലിക് സ്കൂളുകളിലും സെൻട്രൽ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മക്കളാണ്. എന്നിട്ടും ഈ മക്കളൊക്കെ നെസ്റ്റിലേക്ക് ഡി അഡിഷന് വിധേയമാകാൻ വേണ്ടി വരുമ്പോൾ മക്കളൊക്കെ നശിച്ചുപോയ വഴികളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുമ്പോൾ ഇന്നത്തെ വചനം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോഴുള്ളവർ ഇന്ന് ബൈബിളിൽ ഔസേപ്പിതാവും മറിയവും എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയിരുന്നു. ഔസേപ്പിതാവും മറിയവും മടങ്ങിപ്പോരുമ്പോൾ ഔസേപ്പിതാവ് വിചാരിച്ചു ഉണ്ണിയേശു മറിയത്തിൻ്റെ കൂടെ കാണും. മറിയം വിചാരിച്ചു ഉണ്ണിയേശു ഔസേപ്പിതാവിൻ്റെ കൂടെ കാണും. രണ്ടാളും വിചാരിച്ചു യാത്രാസംഘത്തിൻ്റെയും ബന്ധുക്കളുടെയും കൂടെ കാണും. അവരുടെ കൂടെ ആരുടെ കൂടെയും ഉണ്ണിയേശു ഉണ്ടായിരുന്നില്ല. ഇനി പറയുന്ന വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടപ്പോഴേക്കും കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉണ്ണിയേശുവിനെ എത്ര ദിവസത്തെ യാത്രയ്ക്ക് അന്വേഷണത്തിന് ശേഷമാണ്, അലച്ചിലിന് ശേഷമാണ് കണ്ടുമുട്ടിയതെന്നാണ് വചനം പറയണത്. വചനം പറയുന്നു 3 ദിവസത്തിന് ശേഷമാണ്. ഇപ്പോഴുള്ളവരെ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട മകനെ 3 ദിവസത്തിന് ശേഷം കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ, കണ്ടെത്താനായുള്ളൂ എന്ന് പറയുമ്പോൾ വചനം നൽകുന്ന പൊരുൾ എന്താണ്? മക്കള് നഷ്ടപ്പെടാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കാതെ പോയാൽ കൈമോശം വരുന്ന യാഥാർത്ഥ്യമാണ് മക്കള്. പക്ഷെ നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഭഗീരഥ യജ്ഞം ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോഴുള്ളവരെ ഞാൻ മുമ്പ് ഇടവകയിൽ ഉണ്ടായിരുന്നപ്പോൾ 10ാം ക്ലാസ് വരെ മിടുക്കിയായി റാങ്ക് ഹോൾഡറായി കാറ്റഗിസം പഠിച്ചിരുന്ന ഒരു മോള് +1 ആയപ്പോൾ കാറ്റഗിസത്തിന് വരുന്നില്ല. അധ്യാപകർ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ മോള് വരുന്നില്ലല്ലോ, നമ്മുടെ 1ാം റാങ്കുകാരിയല്ലേ, അവള് പഠിക്കാൻ സെക്കുലർ പഠനത്തിൽ വലിയ മിടുക്കിയാണ്. ഞാനൊരു ദിവസം അവളുടെ ഡാഡിയെ കണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് മോളെ കാറ്റഗിസത്തിന് വരാത്തത്, 3 ആഴ്ച പിന്നിട്ടല്ലോ. അവൾ പറഞ്ഞു, അവളിനി കാറ്റഗിസത്തിന് വരുന്നില്ല, അവൾക്ക് എപ്പോഴും പറയും ഒരു ഡോക്ടർ ആകണം എന്ന്. അച്ഛൻ കാറ്റഗിസം പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഡോക്ടർ ആകാൻ പറ്റൂ, അതുകൊണ്ട് അവളെ എൻട്രൻസിന് ചേർത്തിരിക്കുക. അവൾ ഡെയിലി ബാച്ചിലും സൺഡേ ബാച്ചിലും ചേർന്നിരിക്കുക. അച്ഛാ അതുകൊണ്ട് കാറ്റഗിസവും കുർബാനും കഴിഞ്ഞു പോയാൽ അവൾക്ക് എൻട്രൻസ് പഠിക്കാനോ ഡോക്ടർ ആവാനോ സാധിക്കത്തില്ല. കാറ്റഗിസം പഠിച്ചു കഴിഞ്ഞാൽ അവളെ അച്ഛന്
ഡോക്ടറാക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു അവളെ ഡോക്ടറാക്കാൻ പറ്റത്തില്ല, പക്ഷെ അവൾക്ക് നല്ല ഡോക്ടറാകാം, നല്ല മകളാകാൻ പറ്റും. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ കോമഡി പറയരുത്. ഇപ്പോഴുള്ളവരെ ആ മോളെ കാറ്റഗിസത്തിന് വിട്ടതേയില്ല. ഞാൻ അവളെ കണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചു, മോളെ കാറ്റഗിസത്തിന് വന്നുകൂടെ? അവൾ പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് ഡോക്ടറാവാൻ കാറ്റഗിസത്തിന് വന്നിട്ട് കാര്യമില്ല, കാറ്റഗിസം പഠിച്ച ആരെങ്കിലും ഡോക്ടറാവും. ഞാൻ അവളോട് പറഞ്ഞു, അഭിഷേകവും അനുഗ്രഹവും ഉള്ളൊരു മോളാകും. എന്തായാലും ആ 2 വർഷക്കാലം എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞു. റിസൾട്ട് വന്നതിന് ശേഷം ചില കുട്ടികളൊക്കെ എനിക്ക് ലഡും ജിലേബിയൊക്കെ കൊണ്ടുവന്നു. ഇവളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവൾക്ക് എന്തായി റിസൾട്ട്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഇവൾ സൈക്കിളിൽ നടക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്നെ കണ്ട അവൾ തിരിഞ്ഞ് ഓടാൻ നിൽക്കുക. ഞാൻ ചോദിച്ചു, മോളെ എന്തായി എൻട്രൻസിൻ്റെ റിസൾട്ട്? ലഡു ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, എവിടെയാണ് മോൾക്ക് MBBS സീറ്റ് കിട്ടിയത്? അവൾ പറഞ്ഞു, അച്ഛൻ എന്നെ എല്ലാം അറിഞ്ഞ് കളിയാക്കാണോ? ഞാൻ പറഞ്ഞു, എന്തേ? അവൾ പറഞ്ഞ് സീറ്റൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്തേ? മോൾക്ക് എത്രയാണ് റാങ്ക് കിട്ടിയത്? അവൾ എന്നോട് പറഞ്ഞു 48,110. ഞാൻ വിചാരിച്ചു അത് വലിയ റാങ്കാണെന്ന്. ഇപ്പോഴുള്ളവരെ 2000-ന് താഴെ റാങ്ക് കിട്ടിയവർക്ക് പോലും MBBS അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് ഈ 48,000-ലധികം റാങ്ക് വാങ്ങിയ മോൾക്ക് ആശുപത്രിയിൽ രോഗിയായ അഡ്മിഷൻ കിട്ടുമോ എന്ന് സംശയമാണ്. ഇപ്പോഴുള്ളവരെ ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവത്തെ മറന്ന് എൻട്രൻസിനും ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ വലുതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ളവരെ തൃശ്ശൂർ നെസ്റ്റ് ഡി എഡിഷൻ സെൻറ്ററിൽ വന്ന ഒരു മകൻ, ആ മകൻ അവിടേക്ക് വരുമ്പോൾ ഒരു രൂപത നടത്തിയ പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സിവിൽ സർവീസ് കോച്ചിങ് ക്യാമ്പിൽ 1ാം റാങ്കോടെ പാസ്സായ മകനാണ്. ഇവൻ കഞ്ചാവിന് അടിമപ്പെട്ട് അരമണിക്കൂർ കൂടുമ്പോൾ കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ വയലൻ്റ് ആകുന്ന, പേശികൾ വലിഞ്ഞു മുറുക്കി ആകെ ബഹളം വെക്കുന്ന, ഭ്രാന്തനെ കണക്കെയാകുന്ന ഒരു അവസ്ഥയിൽ അവൻ്റെ ഡാഡി ജോലി റിസൈൻ ചെയ്ത് ഗൾഫിൽ നിന്ന് വന്ന് അവനെ നെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ അവൻ പറഞ്ഞു, ഡാഡി ഞാൻ എവിടേക്ക് വേണമെങ്കിലും വിളിച്ചാൽ വരാം, പക്ഷെ എനിക്ക് കഞ്ചാവ് വലിക്കണം, എനിക്ക് കഞ്ചാവ് കിട്ടിയില്ലേ എനിക്ക് ആകെ പ്രശ്നമാകും, എനിക്ക് കഞ്ചാവ് വേണം ഡാഡി. ഡാഡി പറഞ്ഞു, 2 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തും മോനു, നമുക്ക് അപ്പോൾ അവർ മരുന്ന് തരും, നമുക്ക് റിക്കവർ ചെയ്യാം. അവൻ പറഞ്ഞു, എനിക്ക് കഞ്ചാവ് തന്നാൽ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. അവസാനം ഇവൻ്റെ വാശിക്ക് നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടുക? ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുള്ളൊരു പയ്യൻ. അവൻ ഈ അച്ഛനെയും കാർ ഡ്രൈവറെയും കൊണ്ട് ഒരു കഞ്ചാവ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അപരിചിതരായ 2 മനുഷ്യരെ കണ്ടുപിടിച്ചു. ആരാടാ അവർ? അവൻ പറഞ്ഞു, എൻ്റെ ഡാഡിയും ഡ്രൈവറാ. അവൻ പറഞ്ഞു, എക്സൈസുകാരും ഷേഡ പോലീസൊക്കെ വരണ കാലമാണ്, പല വേഷത്തിൽ, ചതിക്കപ്പെടാൻ ഞാനില്ല, അതുകൊണ്ട് ഇവിടെ കഞ്ചാവില്ല. കരഞ്ഞു നോക്കി, കഞ്ചാവ് കിട്ടിയില്ല. ഇവൻ ഡാഡിയോട് വന്ന് പറഞ്ഞു, ഡാഡി എനിക്ക് കഞ്ചാവ് കിട്ടിയില്ല, എനിക്ക് കഞ്ചാവ് വേണം. ഡാഡി ചോദിച്ചു, വേറെ എവിടെയെങ്കിലും? കൊച്ചു ഗ്രാമത്തിൽ 11 സ്ഥലത്താണ് ഈ പയ്യൻ അപ്പനെയും കൊണ്ട് കഞ്ചാവിന് വേണ്ടി പോയത്. 11 പേരും ഈ അപരിചിതരെ കണ്ടതിൻ്റെ പേരിൽ കഞ്ചാവ് കൊടുത്തില്ല. 11ാമത്തെ സ്ഥലത്ത് ആൾ പറഞ്ഞു, വേണമെങ്കിൽ ഒരു 5-6 വലിച്ചിട്ട് പൊക്കോ, കഞ്ചാവ് നിനക്ക് തരത്തില്ല. അത് വലിച്ചിട്ടാണ് ഈ പയ്യനെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കിയത്. ഇപ്പോഴുള്ളവരെ, ഈ മകൻ നെസ്റ്റിൽ വന്നതിന് ശേഷം അവൻ ഒരു സിവിൽ സർവീസ് കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്ത IAS ഓഫീസർ ആകണമെന്ന് കൊതി തീർത്ത ഒരു പയ്യൻ ഒരു കഞ്ചാവിന് അടിമപ്പെട്ട് മാനസിക രോഗി കണക്കെ നെസ്റ്റിൽ എത്തിച്ചേർന്നു. ഇപ്പോഴുള്ളവരെ, നെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ഇവൻ പലപ്പോഴും പല പഠനങ്ങളും കൂടെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ ഒരിക്കൽ അവനെ വിളിച്ചു ചോദിച്ചു, മോൻ എന്താണ് ഇവിടെ ചിലതൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു, പഠിപ്പിക്കുന്നുണ്ട്, എന്താണത്? അവൻ എന്നോട് പറഞ്ഞു, ഫാദർ, കഞ്ചാവ് വലിക്കുന്നത് തെറ്റല്ല, മദ്യം കഴിക്കുന്നത് തെറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കണത്. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അവൻ പറഞ്ഞു, ഫാദർ, കഞ്ചാവ് വലിക്കുന്നത് ബിബ്ലിക്കലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഞ്ചാവ് വലിക്കുന്നത് ബൈബിൾ അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയത്. അവനോട് പറഞ്ഞു, അച്ഛാ, ബൈബിളിൽ നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, അതിൻ്റെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അതിന് അല്ല ഉപയോഗിക്കാൻ അധികാരം കൊടുത്തു. നന്മതിന്മകളുടെ വൃക്ഷം മാത്രമാണ്, ജീവൻ്റെ വൃക്ഷം മാത്രമാണ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു എന്ന സർട്ടിഫിക്കറ്റും ഉപയോഗിച്ചുകൊള്ളാൻ ലൈസൻസും കൊടുത്തതാണ്. അച്ഛാ, കഞ്ചാവ് ഒരു ചെടിയുടെ പ്രകൃതിദത്തമായ ഇലയാണ്. അത് കഴിച്ചാൽ, അത് വലിച്ചാൽ അത് തെറ്റല്ല, കാരണം അത് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. അത് നല്ലതാണെന്ന് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. അച്ഛാ, അത് ഉപയോഗിക്കാൻ ലൈസൻസ് കൊടുത്തതാണ്. അതുകൊണ്ട് കഞ്ചാവ് വലിക്കുന്നത് തെറ്റല്ല, അത് ശരിയാണ്, ബൈബിളിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്.
മദ്യം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഞാൻ അവന് ഷൈക്കിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഇത്രയ്ക്ക് ബുദ്ധിയുള്ള മോനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞു, അച്ഛൻ്റെ വീട് പീച്ചിയിലാണ്, അവിടെ കാടും ഇതൊക്കെ ഉണ്ട്. അപ്പച്ചൻ ജോലി ചെയ്തിരുന്ന അവിടെയാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ അപ്പച്ചൻ പറയാറുണ്ട്, കാട്ടിൽ പോയിക്കൊള്ളൂ, കുറേയേറെ പഴങ്ങൾ അവിടെ ഉണ്ട്, അതെല്ലാം ശേഖരിച്ചോളൂ, പക്ഷെ കഴിക്കരുത്. കാരണം ചില പഴങ്ങൾ കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ വിഷക്കായകളാണ്, അത് കഴിച്ചാൽ അപ്പോൾ തന്നെ മരിച്ചു. ചിലത് വളരെ ഹാംഫുള്ളാണ്, ഇൻജൂറീസ് ആണ്, ശരീരത്തിന് ജീവിതത്തിന് ഹാനികരമാണ്, അത് ഉപയോഗിക്കരുത്. അതുകൊണ്ട് അപ്പച്ചനെ കാണിച്ചിട്ടേ കഴിക്കാവൂ എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, നാളെ നമ്മൾ പീച്ചിയിൽ പോകുന്നു, നീ പറഞ്ഞത് പ്രകാരം നമ്മൾ കാട്ടിൽ പോകുന്നു, ഈ പഴങ്ങൾ ശേഖരിക്കുന്നു, അതിനുശേഷം വിഷക്കായകളെല്ലാം ഞാൻ നിനക്ക് തരുന്നു, നീ അത് കഴിക്കുന്നു, നീ ചാവുന്നു, ഞാൻ നല്ല പഴങ്ങൾ കഴിക്കുന്നു, ഞാൻ പോരുന്നു. അവൻ പറഞ്ഞു, അത് ഇമ്മണി പുളിക്കു അച്ഛാ, അത് കഴിച്ചാൽ ഞാൻ ചത്തുവില്ലേ? ഞാൻ പറഞ്ഞു, മോനെ ഈ പഴങ്ങൾ പ്രകൃതിദത്തമാണ്, ദൈവം സൃഷ്ടിച്ചതാണ്, നല്ലതെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്, ഉപയോഗിച്ചുള്ള ലൈസൻസ് തന്നാണ്. ബൈബിളൊന്നും പറഞ്ഞിട്ടില്ല ഈ വിഷക്കായകൾ ഉപയോഗിക്കരുത് എന്ന്. അപ്പം നീ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം നീ അത് കഴിച്ചേ മതിയാവൂ, നീ അത് കഴിച്ചേ മതിയാവൂ. അവൻ എന്നോട് പറഞ്ഞു, അത് ഞാൻ കഴിക്കത്തില്ല, ഞാൻ ചത്തുപോകത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ അതിനല്ലേ ദൈവം നമുക്ക് ബുദ്ധി, ബോധം, ഡിസ്ക്രിപ്ഷൻ പവർ, വിവേചന ശക്തി നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ആഹാ, അപ്പോൾ കഞ്ചാവിൻ്റെ കാര്യത്തിൽ നിനക്ക് ബുദ്ധിയില്ല, ബോധമില്ല, വിവേചന ശക്തിയില്ല, വിഷക്കായുടെ കാര്യത്തിൽ നിനക്ക് അതങ്ങനെ അത് പറ്റത്തില്ല, നീ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം അത് കഴിച്ചേ മതിയാവും. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, സോറി ഫാദർ, എനിക്ക് കഞ്ചാവ് തരുന്ന ചേട്ടൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളൊക്കെ ഇന്ന് ഈ കഞ്ചാവുമായി മയക്കുമരുന്നുകളായി ഉപയോഗിക്കുന്ന മക്കളുമായി സമ്പർക്കത്തിലൂടെ തമ്പുരാന്റെ വചനങ്ങളെപ്പോലും ഇതുപോലെ തങ്ങളുടെ തിന്മയ്ക്കും തെറ്റിനും വലിയ കൂട്ടുപിടിക്കുന്ന ഒരു ലോകത്തിൽ നമ്മുടെ മക്കൾക്ക് നേർരേഖകൾ വരച്ചു കൊടുക്കാൻ ഇന്ന് ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രധാനപ്പെട്ട ഒരു ദർശനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഒരു കോളേജിൽ പിയൂണ് എല്ലാ ജനലുകളും വാതിലുകളും അടച്ച് താഴ്ത്തെത്തിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കോളേജിലെ ഒരു ജനല മുകളിൽ തുറന്നു കിടക്കുന്നു. അയാൾ വിചാരിച്ചു പ്രിൻസിപ്പൽ കണ്ടാൽ അത് ചീത്ത പറഞ്ഞാലോ. അദ്ദേഹം വേഗം ജനലുകളും വാതിലുകളും അടച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഗ്രില്ലുകൾ തുറന്ന് മുകളിൽ ഈ തുറന്നു കിടക്കുന്ന ജനൽ അടയ്ക്കാൻ ചെന്നു. അവിടെ ചെന്ന് അടയ്ക്കുന്ന സമയത്ത് ഒരു ശബ്ദം. പെട്ടെന്ന് ആൾ നോക്കിയപ്പോൾ ആരൊരു കാൽപെരുമാറ്റം. ഒരാൾ ചോദിച്ചു, ആരാ? പെട്ടെന്ന് ഒരു പയ്യൻ. അവനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? അവൻ പറഞ്ഞു, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴേക്കും ചേട്ടൻ ഗേറ്റ് അടച്ചു പോയി. അപ്പം നിനക്കെന്താ ഓളിടാറുന്നില്ലേ? അവൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. പെട്ടെന്ന് ഒരു ബാഗ് താഴെ ഇരിക്കുന്നു. ആരുടെ കൂടെ ഉള്ളത്? അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു മൊബൈൽ അടിക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി. ആൾ ചോദിച്ചു, നീ എന്താ? അവളും പറഞ്ഞു, ഞാനിവിടെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴേക്കും ചേട്ടൻ വാലടച്ചു പോയി. സത്യം പറ, എന്താണ്? നോക്കിയപ്പോൾ അവളുടെ കയ്യിലും ഒരു എയർ ബാഗ്. അതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിയപ്പോഴുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഊതിയാൽ വീർപ്പിച്ച് ആക്കാവുന്ന ഒരു കിടക്ക, ഒരു പില്ലോ കവർ, ഊതിയാൽ വീർപ്പിച്ച് ആക്കാവുന്നത്, ബെഡ്ഷീറ്റ്, ഭക്ഷണം, ഡ്രസ്സുകൾ. പ്രിയമുള്ളവരെ, അവരെ രണ്ടുപേരും കൂടെ കച്ചകെട്ടി വന്നിരിക്കുകയാണ്. ലോഡ്ജിൽ മുറിയെടുത്താൽ പോലീസ് റെയ്ഡ് മേടിക്കണം, ഐഡൻറ്റി പ്രൂഫ് കൊടുക്കണം, പൈസ കൊടുക്കണം, ആരെങ്കിലും കാണും. ക്ലാസ് റൂമിലാണെങ്കിൽ ബെഞ്ചൊക്കെ പിടിച്ചിട്ട് 2 ദിവസം, വെള്ളിയാഴ്ച കോളേജ് അടച്ചാൽ പിന്നെ തിങ്കളാഴ്ച വരെ 3 നൈറ്റും 2 ഡേയും അവർക്ക് സ്വർഗമാണ്. അത് കണക്കാക്കി വന്നിരിക്കുകയാണ് ഈ 2 പേര്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് പറഞ്ഞു കമ്പൈൻ സ്റ്റഡിക്ക് പോവുകയാണെന്ന്. ഈ കുട്ടികളെ കൊണ്ടുവന്ന് മാനേജറായിട്ടുള്ള പ്രിൻസിപ്പൽ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവളോട് ചോദിച്ചു, മോളെ, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ പിറന്ന എൻ്റെ മോള്, അവൻ എല്ലാ കഞ്ചാവിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് കുറേയേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു പയ്യൻ, അവൻ്റെ കൂടെ എൻ്റെ മോളെ, ഇവനെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ തെറ്റല്ലേ? അവൾ പറഞ്ഞു, ആര് വിവാഹം കഴിക്കാൻ പോകുന്നു? 3 നൈറ്റ് ഇവൻ്റെ കൂടെ കിടന്നു കൊടുത്താൽ എനിക്ക് 30,000 രൂപ അവൻ തരും. അത് ബാങ്കിൽ ഓൾറെഡി ഇട്ടു എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടാണ് ഫാദർ ഞാൻ വന്നിരിക്കുന്നത്. ഫാദർ, ആരിവനെ കല്യാണം കഴിക്കുന്നു? മോളെ, കന്യകയായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട നീ ഇതുപോലുള്ള പാപം ചെയ്താൽ? അവൾ പറഞ്ഞു, കന്യക മറ്റത്. അവൾ പറഞ്ഞു, ഫാദർ, ഞാനൊരു കാര്യം പറയട്ടെ. ഫാദർ, ഒരു വേശ്യയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ആ വേശ്യയുടെ ആത്മകഥയിൽ ആ ചേച്ചി എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യർ ദൈവം നൽകിയ ഓരോരോ ശരീര അവയവങ്ങൾ ഉപയോഗിച്ച് പണിയെടുത്ത് സമ്പാദിക്കുന്നു. കൈകാലുകൾ തന്നവർ കൈകാലുകൾ ഉപയോഗിച്ച്, ഇതുപോലെ ദൈവം തന്ന ലൈംഗിക അവയവങ്ങൾ, നിങ്ങളല്ലേ ഇതിന് പാപമെന്നും പുണ്യമെന്നൊക്കെ പറയണത്, ഇതുപയോഗിച്ച് ഞാൻ സമ്പാദിക്കുന്നതിൽ ആർക്കാണ് കുഴപ്പമെന്നാണ് ഈ ചേച്ചി ചോദിച്ചത്. അത് തന്നെയാണ് എനിക്ക് മാനേജർ അച്ഛനോട് ചോദിക്കാനുള്ളത്. ദൈവം എനിക്ക് തന്ന ഒരു അവയവം ഉപയോഗിച്ച് പോക്കറ്റ് മണി സമ്പാദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അച്ഛൻ അവളോട് ചോദിച്ചു, മോൾക്ക് ഈ ആത്മകഥ എവിടെ നിന്ന് കിട്ടി? അവൾ പറഞ്ഞു, തൊട്ടടുത്തുള്ള ഗ്രാമീണ വായനശാലയിൽ നിന്ന് കിട്ടിയതാണെന്ന്. പ്രിയമുള്ള
മാതാപിതാക്കൾ. ഞാനിത് പറഞ്ഞത് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ മതപഠനങ്ങളിലേക്ക് കൊണ്ടുപോയി വളർത്തിയില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ അവിടെ ഒരു പ്രാവശ്യം ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടർ, നല്ലൊരു മനുഷ്യൻ. മദ്യപാനത്തിന് കൊണ്ടുവന്നതാണ്. പിന്നീടാണ് അറിഞ്ഞത് മദ്യപാനത്തെക്കാൾ ഏറ്റവും വലിയ ആസക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഒരിക്കലും ഈ മനുഷ്യനെ ആലപ്പുഴയിൽ ഒരു കെട്ടുവള്ളത്തിൽ കുടുംബത്തോടു കൂടെ പോയ സമയത്ത് അവിടെ വെച്ച് ഈ ബോട്ടിലെ കുക്കായിട്ടുള്ള മനുഷ്യൻ മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സാറേ ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കുള്ള ഭാര്യയാണോ? അല്ല ചോദിച്ചു, നീ എന്താ അങ്ങനെ ചോദിച്ചു? അല്ല, കഴിഞ്ഞ ആഴ്ചയും സാറ് വേറൊരു പെണ്ണിൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു അതും ഭാര്യയാണെന്ന്. എല്ലാ ആഴ്ചയിലും സാർ ഓരോരോ പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ട്, ഇത്രയധികം ഭാര്യമാരുണ്ടോ? സാറ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? എനിക്കൊരെണ്ണത്തിനെ സംഘടിപ്പിച്ചു തരൂ. അപ്പോഴാണ് ഭാര്യ വീട്ടുകാരും മറ്റും അറിഞ്ഞത് ഈ മനുഷ്യൻ ഇതാണെന്ന്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ദേവാലയത്തിൽ പോയാൽ കാറ്റഗിസം പഠിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട മോനെ ഔസേപ്പിതാവും മറിയും 3 ദിവസം കൊണ്ടാണ് തിരിച്ചു പിടിച്ചത്. എവിടെ വെച്ചാണ് തിരിച്ചു പിടിച്ചത്? ദേവാലയത്തിൽ വെച്ചാണ്. ദേവാലയത്തിൽ കൊണ്ടുപോയി വളർത്തി വലുതാക്കിയ മകനെ ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ഔസേപ്പിതാവും മറിയും ദേവാലയത്തിലിട്ട് വളർത്തിയതുകൊണ്ട് ദേവാലയത്തിൽ കണ്ടെത്താൻ സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളൊക്കെ എവിടെ ഇട്ട് വളർത്തുന്നുവോ അവിടെ ഉണ്ടാകും. നമ്മുടെ മക്കൾ എവിടെ പോകുന്നുവോ അതായിത്തീരും. എന്ത് കേൾക്കുന്നുവോ അതായിത്തീരും. ആരുടെ കൂടെ കൂടുന്നുവോ അതായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ഏറ്റവും വിലയുള്ള ദൈവത്തിനെ വിലമതിപ്പിച്ച് പഠിപ്പിച്ചില്ല എങ്കിൽ, അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ടുള്ള ദൈവത്തിന് വില കൽപ്പിച്ച് വളർത്തിയില്ല എങ്കിൽ, അതിന് കീഴെ വിലവയ്ക്കപ്പെടേണ്ട മാതാപിതാക്കൾ, ഗുരുസ്ഥാനീയർ, അഭിഷിക്തർ, സന്യസ്തർ, ഇവരെയൊന്നും വില വെച്ച് പഠിപ്പിച്ചില്ല എങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ വരും. ഇന്നും നമ്മുടെ മക്കൾക്ക് ആരെയും വിലയില്ല, ഒന്നിനെയും വിലയില്ല. അടുത്തൊരു കുട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിച്ചു വായുപൊത്തി. ഞാൻ ചോദിച്ചു, എന്താണ് കുട്ടിയെ വായുപൊത്തിയിരിക്കണത്? അമ്മ പറഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫാദറിനോട് അവൻ എന്താ പറയാന്ന് എനിക്ക് എന്നെ പിടുത്തമില്ല. എന്ത് പറയണം, എന്ത് പറയണ്ട, എവിടെ പോകണം, എവിടെ പോകണ്ട, ആരെ വെക്കണം, വില വെക്കണം, ആരെ വില വെക്കണ്ട എന്ന് നമ്മുടെ മക്കൾക്ക് അറിയാതെ പോകുന്നത് ഇന്ന് കാറ്റഗിസത്തിനൊക്കെ നിസ്സാരമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക്, വിവാഹം, ബർത്ത്ഡേ, അതുപോലെ പെണ്ണ് കാണൽ, ഇതുപോലുള്ള ചടങ്ങുകൾക്ക് മക്കളെ കാറ്റഗിസം മുടക്കി കൊണ്ടുപോകുമ്പോൾ മക്കളുടെ വിചാരം കാറ്റഗിസത്തിനേക്കാൾ, കുർബാനയേക്കാൾ, ദൈവത്തേക്കാൾ വലുത് വിവാഹങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളാണെന്നാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ മനസ്സിൽ ഇന്ന് ആത്യന്തികമായി കൊച്ചുനാൾ മുതലേ ദൈവത്തിനെ നമ്മൾ വില കുറച്ച് വിലയിടിച്ചും വളർത്തുന്നു. അതുകൊണ്ട് ഇന്ന് മക്കൾക്ക് ഒരു വിലയുമില്ലാത്ത മക്കൾക്ക് നമ്മളെ വിലയുണ്ടോ? ഇതിനെല്ലാം കാരണം ദൈവത്തിനെ വില വയ്ക്കാതെ മക്കളെ വളർത്തിയത് കൊണ്ടാണ്. ഔസേപ്പിതാവും മറിയും ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കൂടെ കൊണ്ടുപോയി ദൈവത്തെ കാട്ടിക്കൊടുത്ത് വളർത്തിയത് കൊണ്ട് അവൻ അവിടെ ഉണ്ടായി. മക്കൾ നഷ്ടപ്പെടാൻ എളുപ്പമാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കുക എളുപ്പമല്ല. നെസ്റ്റിൽ കൊണ്ടുവരുന്ന ഒരു മോനെ, ഒരു കഞ്ചാവുലി കൊണ്ട് നഷ്ടപ്പെട്ട മോനെ 30 ദിവസത്തെ സൈക്കാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തെറാപ്യൂട്ടിക് കൗൺസിലേഴ്സും ഫാമിലി കൗൺസിലേഴ്സും സ്പിരിച്വൽ കൗൺസിലേഴ്സും ആയുർവേദ തെറാപ്പിസ്റ്റും പ്രയർ തെറാപ്പികളും യോഗ തെറാപ്പിയും എല്ലാം ചേർന്ന് 90 ക്ലാസ്സുകളും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വശം കെട്ട് പോവുകയാണ് നല്ല മക്കളാക്കി തിരിച്ചു പിടിക്കാൻ. മക്കൾ നഷ്ടപ്പെടാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടപ്പെടുന്ന യാഥാർത്ഥ്യമാണ് മക്കൾ. അപ്പം വിചാരിക്കരുത് അമ്മ നോക്കുമെന്ന്, അമ്മ വിചാരിക്കരുത് അപ്പം നോക്കുമെന്ന്, അപ്പനും അമ്മയും വിചാരിക്കരുത് നാട്ടുകാരും അപ്പാപ്പനും അമ്മാമ്മയും ബന്ധുക്കളും നോക്കുമെന്ന്. ദൈവം നമുക്ക് നൽകിയ മക്കളെ നമുക്ക് നല്ല മക്കളാക്കണം. സക്രിയായും എലിസബത്തും മക്കൾക്ക് വാങ്ങിക്കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസമോ 10 വർഷ പാഠശേഖരത്തിൻ്റെ തീരാധാരമോ 10 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുമല്ല, ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരങ്ങളെ ഉള്ള മക്കളെക്കുറിച്ചാണ് ആളുകൾ അത്ഭുതം കൂറുക. അത്ഭുതമായ മക്കൾ, ആളുകളെല്ലാം നല്ലത് സംസാരിക്കുന്ന മക്കൾ, അഭിഷേകമുള്ള മക്കൾ, പുണ്യമായ ജന്മങ്ങൾ, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന മക്കൾ നമുക്കുണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.